പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂവിൻ്റെ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ നമ്മുടെ മഴയൊക്കെ വരാൻ പോവാണ്, വെള്ളമൊക്കെ പൊങ്ങാനുള്ള സാധ്യതയുണ്ട്, ഫ്ലഡ് വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഒരുപക്ഷെ നമ്മുടെ ജീവൻ പോലും രക്ഷിക്കാൻ സാധ്യതയുള്ളൊരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആ പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ബോട്ടാണ് നമ്മുടെ. ഇതിൻ്റെ പേര് ഇൻഡെക്സ് എക്സ്പ്ലോറർ 300 എന്നാണ്. ശരിക്കും ഓൺലൈനൊക്കെ ഇത് ഏകദേശം 4000-4500 രൂപ വരെ വില വരുന്നുണ്ട്. നമ്മളിത് മേടിച്ചത് 2500 രൂപയ്ക്കാണ്. നമ്മുടെ അടുത്തുള്ളൊരു കടയിൽ നിന്നാണ് നമ്മളിത് മേടിച്ചത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ 3 പേർക്ക് കയറാൻ പറ്റുന്ന ഒരു അടിപൊളി ബോട്ട് ഉണ്ടാവും, പ്ലസ് 2 തുഴകളുണ്ടാവും, ഒരു പമ്പും ഉണ്ടാവും. അതെല്ലാം ഈ ഒരു ബോക്സിനകത്ത് തന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് ഇത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മളൊന്ന് ജസ്റ്റ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ പുറത്തെടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ ബോട്ടാണ് ഇപ്പോൾ ഇത്. ഇതുണ്ട്, ഇത് ഈ ഒരു പരുവത്തിലായിരിക്കും ഇരിക്കുന്നത്. അത്യാവശ്യം പൊക്കമൊക്കെ ഉള്ളതാണ്. ഇതുണ്ടല്ലേ, ഇതാണ് നമ്മുടെ ബോട്ട് വരുന്നത്. ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു പമ്പുണ്ട്. ആ പമ്പ് കൊണ്ട് ഇതിനകത്ത് എയർ അടിച്ച് നോക്കാം. ഏകദേശം നമ്മൾ ഓൾറെഡി ചെയ്ത് നോക്കിയതാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് 6 മിനിറ്റോളം ഇതിനകത്ത് പമ്പ് ചെയ്യാനായിട്ട് എടുക്കും. അപ്പോൾ നമുക്ക് ആ പരിപാടികളിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പമ്പ്. പിന്നെ കൂട്ടത്തിൽ ട്യൂബ് കൂടെ നമുക്കുണ്ടാവും. അപ്പോൾ ഇതിന് 3 വാൽവുകളുണ്ടാവും. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മുടെ ഈ പമ്പിൻ്റെ ഈ ഭാഗത്തോട്ട് നമ്മൾ കണക്ട് ചെയ്യാനുള്ളത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു പമ്പ് തന്നെയാണ്. ഏകദേശം ഒരു 2500 രൂപയ്ക്ക് ഇത്ര സാധനങ്ങൾ എല്ലാം കൂടെ കിട്ടുന്നത് നല്ല അടിപൊളി ഒരു ലോട്ടറി സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കാറ്റടിച്ച് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ പമ്പ് എടുത്തിട്ടുണ്ട്, ഇതിങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇതിൻ്റെ അതായത് ഈ ബോട്ടിൻ്റെ തന്നെ 2 വാൽവുകളുണ്ട്. ഒരെണ്ണം അകത്തും ഒരെണ്ണം പുറത്തും. ഈ അകത്തുള്ളത് ചെറിയ വാൽവും പുറത്തുള്ളത് വലുതുമാണ്. ചെറുത് അടിച്ചിറക്കാനായിട്ട് അധികം സമയമൊന്നും എടുക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറ്റി വെച്ച ശേഷം ഈ ഒരു വാൽവ് തുറന്നിട്ട് ഇതിനകത്തോട്ട് കുത്തി കയറ്റി ഈ പമ്പിൽ ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് കൈ വെച്ച് അടിക്കാൻ പറ്റില്ല, ഇങ്ങനെ കാല് വെച്ചിട്ടാലും പമ്പ് ചെയ്ത് കൊടുത്താൽ മതി. കയറി കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ അകത്തൊക്കെ ഏകദേശം അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പുറത്തടിക്കാൻ പോകണം. അതിന് ഏകദേശം കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ പുറത്തടിക്കാൻ പോവാണ്. ഇതാണ് അതിൻ്റെ വാൽവ്. നമ്മൾ ഇതിനകത്ത് ഏറ്റവും വലുതിനകത്തോട്ട് ഇതൊന്നും കയറ്റി വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമ്മൾ നേരെ ചെയ്തിട്ട് ഇതിനകത്തോട്ട് കുത്തി കൊടുക്കുകയാണ്. അത് കറക്റ്റ് മാച്ചിങ് ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് സമയം എടുക്കും. നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോൾ ഇതേ നമ്മുടെ ബോട്ട് നല്ല അടിപൊളിയായിട്ട് വീർത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ടൈം ലാപ്സിൽ എടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും, ഏകദേശം 5 മിനിറ്റോളം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ലെങ്ത് കുറയ്ക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ടൈം ലാപ്സിൽ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുകയും ചെയ്യാമല്ലോ ഇങ്ങനെ വീർത്ത് വരുന്നത്. ഇതിനെ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ പിടിച്ചിരിക്കുന്നത് ഈ ഒരു സെറ്റപ്പിലാണ്. അതായത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചെറിയ വിരൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പൊക്കി എടുക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇത്രയും ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. പിന്നെ ആപ്പാടെ കുറച്ച് പണി വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ എയർ അടിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് പറയുന്നത് 3 പേർക്ക് വരെ മാക്സിമം കയറാനായിട്ട് പറ്റും. നമുക്കൊരു എന്താ പറയുക, ഒരു ഫ്ലഡ് വരുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീട് ഇങ്ങനെ മുങ്ങിപ്പോകുന്ന അവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, രക്ഷപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഇതൊരെണ്ണം മേടിച്ച് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചേക്കാം. ഓക്കെ, അപ്പോൾ അതെ ഞങ്ങൾ ഒരു ക്ലോസപ്പ് ആയിട്ടുള്ള ഒരു കാണിച്ചു തരാം നിങ്ങളെ. ഇതാണ് നമ്മുടെ തുഴ വരുന്നത്. ഇതുപോലത്തെ 2 ഉണ്ട്. നമുക്ക് ഇതുപോലെ പാർട്സ് ആയിട്ടായിരിക്കും കിട്ടുക. അതായത് ഒരു പ്ലാസ്റ്റിക് ബോക്സിലാക്കി ആയിരിക്കും ഇങ്ങനെ കിട്ടുക. അപ്പോൾ നമ്മൾ തുറന്നെടുത്തതാണ്. ഇതിന് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു സെൻറ്റർ പീസ് ഉണ്ടാവും. അത് ഏതെങ്കിലും ഒരു പീസിലോട്ട് കയറ്റി കൊടുക്കുക. ഇത് വെച്ചിട്ട് ചെയ്യാം.
അത് കയറ്റിയ ശേഷം നമ്മുടെ അടുത്ത പീസിലും അതുപോലത്തെ ഒരു സ്പോട്ട് ഉണ്ടാവും. അത് തന്നെ തിരിച്ചു കയറ്റി കൊടുക്കും. ഒന്ന് ടൈറ്റ് ആക്കിയ ശേഷം നമ്മുടെ ഈ ഒരു സൈഡിൽ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. അതിലേക്ക് നമ്മുടെ ഈ ഒരു പാട്ടിൽ അതിൻ്റെ ഇവിടെ ഒരു പിരി ഉണ്ടാവും. അത് നേരെ അതിനകത്തോട്ട് കയറ്റി കൊടുത്ത ശേഷം മാത്രം മതി. അതുപോലെ തുഴ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ശരിക്കും 2500 രൂപയ്ക്ക് നമുക്കിതൊരു അടിപൊളി സെറ്റപ്പ് തന്നെയാണ്. ശരിക്കും ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല അടിപൊളി പ്ലാസ്റ്റിക്കാണ് പക്ഷേ എന്നാലും അടിപൊളി പ്ലാസ്റ്റിക്കാണിത്. ഇതുപോലെയുള്ള ഒരെണ്ണം കൂടെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇപ്പോൾ 2 എണ്ണം അവർ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഈ ബുഷ് എന്തിനാന്ന് പറഞ്ഞാൽ ഒരു ഊരെടുക്കാൻ പറ്റുന്നൊരു ബുഷാണ്. ഈ ബുഷ് എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു സാധനത്തിൽ ഇതിൽ കയറ്റിയിട്ട് ഇതിങ്ങനെ ഇട്ടിട്ട് നമുക്ക് ബോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൺട്രോളിലല്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങോട്ട് കയറ്റിയിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തുഴ പെട്ടെന്ന് താഴത്തേക്ക് പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ സാധനം കൊടുത്തേക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിത് വെള്ളത്തിൽ ഇറക്കാൻ പോവാണ്. അപ്പോൾ കടലിലാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 2 തുഴയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടലിലേക്ക് ഇറക്കാം. Something to hold on to, gotta find it first. But here I am, 'cause I've been laying under palm trees waiting for the summer, knowing there's nowhere to go. 'Cause I am happy on this island, wanna be my farmland. I don't ever want to leave, I'm in a tropic club. അപ്പോൾ അതേ നമ്മുടെ ബോട്ട് കടലിൽ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തുഴഞ്ഞ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്ര സ്മൂത്തായിട്ട് തുഴയാൻ പറ്റുന്നത്. ഞാൻ ആദ്യമൊക്കെ തുഴഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ബോട്ട് ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങുമായിരുന്നു. പിന്നെ തുഴഞ്ഞ് വരുമ്പോഴേ നമ്മൾ അതിൻ്റെ ആ ഒരു ശീലമായി മാറുള്ളൂ. പിന്നെ നല്ല അടിപൊളി സ്പീഡിലാണ് നമ്മുടെ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ബോട്ടിൽ കയറി ഇരുന്ന് കഴിഞ്ഞാലേ നമുക്ക് ബോട്ടിൻ്റെ സ്പീഡ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ നമുക്കൊരു വാട്ടർ പ്രൂഫ് ക്യാമറയും കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബോട്ടിൽ നിന്നുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് മടിച്ചത്. പക്ഷേ എന്നിരുന്നാലും നമ്മളൊരു ദിവസം മീൻ പിടിക്കാൻ വേണ്ടി, അതായത് ചൂണ്ടയൊക്കെ കയറ്റിയിട്ട് ഇതിൽ ഒരു സ്ഥലത്ത് ചൂണ്ടയിടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒരു ചെറിയ ക്യാമറ വെച്ച് അന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ അന്നും ഇതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പോയതാണ്. പക്ഷേ നമുക്കൊന്നും മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് അതുപോലൊരു വീഡിയോ ചെയ്യാതിരുന്നതും. പിന്നെ ഈ ബോട്ടിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് സേവറായിട്ട് മാത്രമല്ല നമുക്ക് ഈ ബോട്ടിനെ ഉപയോഗിക്കാൻ പറ്റുന്നത്, മറിച്ച് വിനോദങ്ങൾക്കും അത് എൻജോയ് ചെയ്യുന്നതിനും പിന്നെ ചൂണ്ടയിടാനും ഒക്കെ നമുക്ക് ഈ ബോട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുമാത്രമല്ല ഇതിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കേവലം ഒരു ബാഗിൽ ഇതിൻ്റെ പമ്പും തുഴയും ഈ ബോട്ട് ഉൾപ്പെടെ നല്ല ചുരുട്ടി നല്ല അടിപൊളിയായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നതും നമുക്കൊരു ബാക്ക് പാക്കിൽ തൂക്കിക്കൊണ്ട് നടക്കാൻ പറ്റുന്ന അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും ഒരു ടൂറൊക്കെ പോകുമ്പോഴാണെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റിനെ കൊണ്ടു നടക്കാനും കൈകാര്യം ചെയ്യാനും ഒക്കെ വളരെ വളരെ എളുപ്പമാണ്. ഒരാൾക്ക് മാത്രമല്ല 3 പേർക്ക് വരെ മാക്സിമം നോക്കി ഇതിനകത്ത് കയറിയിട്ട് തുഴഞ്ഞു പോകാൻ പറ്റുന്നതാണ്. പിന്നെ ജസ്റ്റ് പൊങ്ങിക്കിടക്കാനാണെങ്കിലും ഒരു 4-5 പേർക്ക് വരെ മാക്സിമം നോക്കി ഇതിൽ പിടിച്ചു കിടക്കാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ ബോട്ടിനെ ഒരു ലൈഫ് സേവറായിട്ടും കാണുന്നത്. പിന്നെ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഈ കടലിൽ ഈ വീഡിയോ ചെയ്യുന്നത് തിരയൊക്കെ വളരെ കുറവായിരുന്നതുകൊണ്ടും നമുക്ക് അറിയാവുന്ന കുറച്ച് പേരുടെ സഹായത്തോടെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കടലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആരും ഇത് അനുകരിക്കാനും ഈ ഒരു ബോട്ടുമായിട്ട് കടലിലോട്ട് ഇറങ്ങാനൊന്നും നോക്കരുത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, അതായത് നമ്മൾ ചൂണ്ടയിടാൻ പോയിട്ടുള്ള ആ ഒരു വിഷ്വൽസ്. ഇതാണെങ്കിലും നമുക്ക് മുഴുവനായിട്ട് കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ലൈറ്റ് വളരെ കുറവായിരുന്നു, സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിലുള്ള ക്യാമറ എന്ന് പറഞ്ഞൊരു കുഞ്ഞു ക്യാമറയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇത് നമ്മുടെ തണ്ണീർമുഖം ബണ്ടാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ ഒരു ദിവസം. അങ്ങനെ അതേ കഴിച്ച് നമ്മൾ കടലിൽ നിന്ന് കരക്ക് കയറുകയാണ്. അപ്പോൾ നിങ്ങൾ
ഒരു വീഡിയോ കണ്ടല്ലോ അല്ലേ? ഇത് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു ഫ്ലഡുള്ള സ്ഥലത്താണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നതെങ്കിൽ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ച് വെക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദം തന്നെ ആയിരിക്കും. കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ എന്തായാലും ഉപകാരപ്രദം തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.